ബിഗ് ബോസ് മലയാളം സീസൺ 7 ലോഗോ പുറത്തിറങ്ങിയതോടെ ഓൺലൈൻ മീഡിയകളിൽ പ്രഡിക്ഷനുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. മല്ലു ടോക്ക്, സമ്മർ മീഡിയ തുടങ്ങിയ ഓൺലൈൻ ചാനലുകൾ അവരുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു. അതൊക്കെ ഏകദേശം യാഥാർത്ഥ്യമാകാനും സാധ്യതയുണ്ട്. എന്നാൽ വിൻസി അലോഷ്യസ് മുതൽ കിളിപ്പോൾ വരെ ഈ സെലിബ്രിറ്റികൾക്ക് തീർച്ചയായും ബിഗ് ബോസ് മലയാളം 7-ൽ തിളങ്ങാൻ കഴിയുമെന്ന ഹെഡ്ലൈനോടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പേജിൽ ഒരു ലേഖനം വന്നിരുന്നു. ഷോയിൽ ചേർന്നാൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള സെലിബ്രിറ്റികളുടെ ഒരു പട്ടികയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. പൊതുജനാഭിപ്രായവും മുൻ സീസണുകളിൽ സാധാരണയായി കണ്ടുവരുന്ന രീതികളും വച്ചു നോക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധ്യതയുള്ള പേരുകളാണിവരെന്ന് മാധ്യമം പറയുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരാൾ സീരിയൽ നടൻ ആദിത്യൻ ജയനാണ്. നടി അമ്പിളി ദേവിയുമായുള്ള വിവാഹവും വിവാഹമോചനവുമൊക്കെ തുടർന്ന് വിവാദങ്ങളിൽപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞിരുന്ന വ്യക്തിയാണ് ആദിത്യൻ ജയൻ. തീർച്ചയായും ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന ഒരു ലെവലിലെത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കും. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ അത്ര അറിയപ്പെടാത്ത വശങ്ങൾ കണ്ടെത്താൻ പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ടായിരിക്കും. രണ്ടാമത്തേതായി അവർ പറയുന്നത് റിപ്പോർട്ടർ ടിവിയിൽ മാധ്യമപ്രവർത്തകയായ സുജയ പാർവതിയാണ്. ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ ഒരു പത്രപ്രവർത്തകരും മത്സരാർത്ഥിയായി എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. തിരക്കുള്ള ഒരു മാധ്യമപ്രവർത്തക കൂടിയാണ് സുജയ പാർവതി. അതുകൊണ്ട് തന്നെ വരാൻ സാധ്യത കുറവാണ്. എന്നാൽ ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്ന സുജയ്ക്ക് ഹൗസിൽ ചില കോളിളക്കങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്ന് ലേഖനത്തിൽ പറയുന്നു. ഇനി ജിഷിൻ മോഹനാണ്. ബിഗ് ബോസ് വീട്ടിൽ വില്ലൻ സ്വഭാവമുള്ള ഒരാൾ വേണമല്ലോ. അതിന് തികച്ചും അനുയോജ്യനാണത്രേ ഇദ്ദേഹം. സീരിയലുകളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നതിലൂടെയും സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിൽ തന്റെ നർമ്മബോധം പ്രകടിപ്പിക്കുന്നതിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട ജിഷിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചറിയാൻ പ്രേക്ഷകരും ആകാംക്ഷയുള്ളവരായിരിക്കും. പിന്നൊന്ന്, എല്ലാവരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ കയറിക്കൂടിയ ഒരു വ്യക്തിയാണ് രേണു സുധി. അന്തരിച്ച കൊമേഡിയൻ കൊല്ലം സുധിയുടെ ഭാര്യയുമായ രേണുവിന് വിവാദങ്ങൾ ഒട്ടും കുറവല്ല. നല്ലൊരു കണ്ടന്റ് ആയിരിക്കും. വരാനും സാധ്യതയുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വ്യക്തി നടി വിൻസി അലോഷ്യസ് ആണ്. നായിക എന്ന റിയാലിറ്റി ഷോയിലൂടെ തന്നെ യാത്ര ആരംഭിച്ച അവാർഡ് ജേതാവായ നടി വിൻസി അലോഷ്യസ് ശക്തമായ ഒരു മത്സരാർത്ഥിയായിരിക്കും. കാരണം നിലപാടുകൾ തുറന്നു പറയുന്ന ധീരമായ ഒരു വ്യക്തിത്വം വിൻസിക്കുണ്ട്. വരാനും സാധ്യതയുണ്ട്. അടുത്തത്, കേരളത്തോടും മലയാളികളോടുമുള്ള ആഴമായ സ്നേഹത്തിന് പേരുകേട്ട വൈറലായ മലയാളം പാട്ടുകളുടെ റീലുകളിലൂടെ ഉണ്ണിയേട്ടൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന കിളിപ്പോൾ എന്ന ഡാൻസാനിയൻ യൂട്യൂബറാണ്. ബിഗ് ബോസ് മലയാളത്തിൽ ഒരു ഡാൻസാനിയൻ യൂട്യൂബർക്ക് എന്ത് റോളാണ് ചെയ്യാൻ കഴിയുകയെന്ന് അറിയില്ല. കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനവും മോളിവുഡിലേക്കുള്ള അദ്ദേഹത്തിന്റെ എൻട്രിയുമൊക്കെ ചർച്ചയാണിപ്പോൾ. അതുകൊണ്ട് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിലെ ഒരു രസകരമായ മത്സരാർത്ഥിയായിരിക്കും അദ്ദേഹം. മാത്രമല്ല, കിളി ബിഗ് ബോസ് ഹിന്ദി സീസണിൽ അതിഥിയായി എത്തിയിട്ടുമുണ്ട്. ഇവരെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. പൊതുവായി നിരൂപകർ പറയുന്ന ലിസ്റ്റുകളിൽ രേണു വരാൻ സാധ്യതയുണ്ട്. ലാലേട്ടൻ വിളിച്ചാൽ പോലും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ മായ വിശ്വനാഥ്, സീരിയൽ താരം ജിഷിൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ നിള നമ്പ്യാർ, സ്റ്റാർ മാജിക് ഫെയിം അനുമോൾ, കഴിഞ്ഞ വർഷം ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നെങ്കിലും ഫൈനൽ ലിസ്റ്റിൽ എത്താതിരുന്ന ഷൺമുഖദാസ് എന്ന ദാസേട്ടൻ കോഴിക്കോട്, ഷാരിക, റീൽസിലൂടെയൊക്കെ പ്രശസ്തയായ ജാസി, പിന്നൊന്ന് കൃഷ്ണന്റെ ചിത്രം വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന സലിം, നൂറ ആദില, ദയാ ഗായത്രി, ഉടൻ പണം ഫെയിം മീനാക്ഷി രവീന്ദ്രൻ, ബിനീഷ് ബാസ്റ്റിൻ, അവതാരകനായ രോഹൻ, വിളിച്ചാൽ ഒരിക്കലും പോകില്ല എന്ന് പറയുന്ന ആറാട്ടണ്ണൻ, ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന അലിൻ ജോസ് പെരേര, ഇവരൊക്കെയാണ് ബിഗ് ബോസ് മലയാളത്തിലെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇടം നേടിയിരിക്കുന്നത്.